രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപം രാജധാനി എക്സ്പ്രസിൽ തീപിടുത്തം. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോയ ട്രെയിനിലാണ് തീപിടുത്തമുണ്ടായത്. B1 കോച്ച് എഞ്ചിൻ ഇവിടെയാണ് തീപിടിച്ചത്. ആളപായമില്ല എന്നാണ് പ്രാഥമിക നിഗമനം. ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിൽ അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. രാജസ്ഥാനിലെ കോട്ടയിൽ എത്തിയപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. രണ്ട് കോച്ചുകളിൽ, ഒന്ന് എഞ്ചിനാണ്, പിന്നൊന്ന് B1, ഈ രണ്ട് കോച്ചുകളിലാണ് തീപിടുത്തമുണ്ടായത്. അപ്പോൾ തീ പിടിക്കാനുള്ള കാരണം എന്താണ് എന്ന് നമുക്കറിയില്ല. രാജധാനി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോയ ട്രെയിനിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കും പൊള്ളലും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ വെള്ളിയാഴ്ച, അതായത് 2 ദിവസം മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ട്രെയിനാണ് ഇത്. അതാണ് രാജസ്ഥാനിലെ കോട്ടയിലെത്തിയപ്പോൾ തീപിടുത്തമുണ്ടായത്. മലയാളികൾ ഉണ്ട് ഈ ട്രെയിനിൽ. നമുക്ക് അവരെ ആരെങ്കിലും വിളിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ പരിശ്രമിക്കുകയാണ്. എന്തായാലും ഏറ്റവും വലിയ ആശ്വാസം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ, ആ പുകയൊക്കെ കാണുമ്പോൾ അറിയാം എത്രത്തോളം വലിയ തീപിടുത്തമാണ്. ഇത്രയും ലോങ് ജേർണിയാണ് തിരുവനന്തപുരം മുതൽ ഡൽഹി എന്ന് പറയുമ്പോൾ. ചിലപ്പോൾ ആളുകൾക്ക് ഉറങ്ങുന്ന സമയമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ആളുകൾക്ക് പരിക്കില്ല, പൊള്ളലില്ല, ആളപായമില്ല എന്ന് അറിയുന്നത് തന്നെ വലിയ വലിയ ആശ്വാസമാണ് ഈ ഘട്ടത്തിൽ. എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇതിൽ യാത്രക്കാരിൽ നിരവധി മലയാളികളുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. 5 മണിയോടുകൂടി, ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഈ തീപിടുത്തമുണ്ടായത്. B1 കോച്ചിന്റെയും എഞ്ചിനിലുമാണ് തീപിടുത്തമുണ്ടായത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരേണ്ടതാണ്. രാജധാനി എക്സ്പ്രസിലാണ് ഈ തീപിടുത്തമുണ്ടായത്. രാജസ്ഥാനിലെ കോട്ട ജില്ലയിലെത്തിയപ്പോഴാണ് ഈ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ട്രെയിനിൽ തീപിടുത്തമുണ്ടായത്. നമ്മൾ ഓർക്കണം, 5 മണി എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു വലിയ ദൂരയാത്ര ചെയ്യുന്ന ട്രെയിൻ കൂടിയാണ്. അപ്പോൾ ആളുകളൊക്കെ ഉറങ്ങുന്ന സമയമാണ്. പക്ഷെ എന്തായാലും ആശ്വാസം, എല്ലാ ആളുകളെയും സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞു, അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ആർക്കും പരിക്കില്ല, ആളപായമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ട്രെയിനിന്റെ AC കോച്ചിനാണ് തീ പിടിച്ചത്. അതായത് B1 എന്ന് പറയുമ്പോൾ AC കോച്ചാണ്, അതിനാണ് തീ പിടിച്ചത്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറകിലെ ബോഗിയിലേക്ക് പടരുകയാണ്. എന്താണ് ഈ തീ പിടിക്കാനുള്ള കാരണം, എന്താണ് അപകട കാരണമെന്ന് നമുക്ക് ഈ ഘട്ടവും അറിയില്ല. വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ ട്രെയിൻ പുറപ്പെട്ടത്. ഇന്ന് ഉച്ചയോടുകൂടി ഡൽഹിയിൽ എത്തേണ്ട ട്രെയിനാണ്. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. എന്തായാലും യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണ്.